ആയുർവേദത്തിൻ്റെ ഒരു പൊട്ടൻഷ്യൽ ഫീൽഡ് ഇതുവരെ ശരിക്കും സർക്കാർ മനസ്സിലാക്കിയിട്ടുണ്ടോ സംശയം. അത് ശരിക്കും നമ്മൾ ഒരു രോഗിനോട് ചെയ്യുന്ന ദ്രോഹമാണ്. എന്നിട്ട് ഒരു ഡയറ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ അത് നല്ല എഫക്റ്റീവ് ആയിരിക്കും. ഈ സ്പായിലേക്ക് ആളുകൾ പോകുന്ന എന്തിനാണ്? ഇപ്പം അതിൻ്റെ ഇടയിൽ നിങ്ങൾ മർമ്മം എന്നൊക്കെ പറഞ്ഞല്ലോ. ശരിക്ക് നമ്മൾ ഈ സിനിമയിലൊക്കെ മർമ്മത്തെക്കുറിച്ച് കേട്ടിട്ടുള്ളൂ, സാധാരണ ആൾക്കാർക്ക് മനസ്സിലാക്കാനാണ്. ശരിക്കും മർമ്മം എന്ന് പറഞ്ഞ സാധനം ഉണ്ടോ? എങ്ങനെയാണെങ്കിൽ എന്താണ് അതിൻ്റെ ബോഡി ഇംപ്ലിക്കേഷൻസ്? എന്തിനാണ് ഈ മർമ്മം? എങ്ങനെയാണ് മർമ്മത്തിനെ കുറിച്ചിട്ട് സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ രക്ഷയും ശിക്ഷയും തന്നെ പറയുന്നത്. അതായത് രക്ഷയും മർമ്മത്തിലാണ്, ശിക്ഷയും മർമ്മത്തിലാണെന്ന്. അതായത് മർമ്മം എന്ന് പറഞ്ഞാൽ ഈ വാർ ഫീൽഡിലൊക്കെ പണ്ട് വന്നിട്ടുള്ള ഒരു സംഭവം. അതായത് കാരണം ഒരു മർമ്മം വന്നിട്ടുള്ളത് ചികിത്സേനേക്കാളും ആസ്പെക്ട് ഇതിൽ വന്നിട്ട് പണ്ടത്തെ വാർ ഫീൽഡിൽ എവിടെ തട്ടിയാൽ അയാളെ തീർക്കാം എന്നുള്ള, അതായത് ഒരു നമ്മളൊരു എനിമി ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അയാളെ കൊല്ലണോ അല്ല അയാളെ ഒരു വൈകല്യമാക്കിയിട്ട് വെക്കണോ അല്ലെങ്കിൽ അയാൾക്ക് ജസ്റ്റ് ഒരു തട്ട് കൊടുത്തിട്ട് അപ്പത്തെ ഒരു ഷോക്ക് മതിയോ? ഇങ്ങനെയുള്ള ഓരോ ഇതിനനുസരിച്ചിട്ടാണ് മർമ്മങ്ങളിൽ പറഞ്ഞാൽ ആയുർവേദത്തിൽ 107 മർമ്മം പറയുന്നുണ്ട്, 7 മർമ്മങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ പറഞ്ഞാൽ ഇപ്പം നമ്മൾ കാലാന്തര പ്രാണഹരം, സദ്യപ്രാണഹരം, പെട്ടെന്ന് മരണം സംഭവിക്കുന്ന മർമ്മങ്ങൾ, പിന്നെ അതേപോലെ കാലങ്ങളോളം അവരെങ്ങനെ കഷ്ടത്തിലാക്കിയിട്ട് പിന്നെ മരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും ഒരു പാർട്ടിലേക്ക് ഒരു വൈകല്യങ്ങൾ ഉണ്ടാക്കുന്നത്, അങ്ങനെ ഒത്തിരി ഓരോരോ ഇതായിട്ട് അതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് പറഞ്ഞാൽ നമ്മുടെ പൊട്ടൻഷ്യൽ ഏരിയാസാണ് ബോഡിയിലുള്ള ശരീരത്തിലെ. ഇപ്പം ഹാർട്ട് ഒരു മർമ്മമാണ്, ഹാർട്ട് ഒരു മർമ്മമാണ്, ബ്രെയിൻ ഒരു മർമ്മമാണ്. നമ്മൾ തലയിൽ തന്നെ കുറേ മർമ്മങ്ങൾ പറയുന്നുണ്ട്. അപ്പം ഇവിടെ ഒരു മർമ്മമാണ്. അതായത് ഇവിടെ കാരണം ചില മർമ്മങ്ങൾ പറഞ്ഞാൽ ഇവിടെ ഒരു മർമ്മമാണ്. നമ്മൾ പണ്ടല്ലേ തലക്കടിക്കരുത് ചെറിയ കുട്ടികളൊക്കെ. അപ്പം അത് പറഞ്ഞാൽ ഈ മർമ്മ പോയിന്റ്സിൽ വരുന്ന ഇഞ്ചുറി എന്തായാലും അവിടെ ഒരു എഫക്റ്റ് അധികം ഉണ്ടാവും. അത് ആ ഒരു ഇഞ്ചുറി ഇപ്പം നമ്മളിപ്പം ചില ആളുകളുടെ അസുഖങ്ങൾ അവർക്ക് പ്രത്യേകിച്ച് ഒരു കാരണമില്ലാതെ കാലിലേക്ക് എന്നൊരു മരവിപ്പ്, കുഴച്ചിൽ, കുറേ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും, ഒന്നിലൊരു കുഴപ്പമില്ല. പേഷ്യൻ്റ് പറയുന്നുണ്ടാവും അവർക്ക് എന്നും വേദനയാണ്, തരിപ്പാണ്, കടച്ചിലാണ്, ഒത്തിരി ട്രിപ്പാണ്. ഒരു പക്ഷേ അതൊരു മർമാഭിഘാതമായിരിക്കാം, മുമ്പ് എന്തെങ്കിലും വന്നിട്ടുള്ള. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? മർമ്മത്തിലേറ്റിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കും. എന്ന പോലെ നമ്മൾ മർമ്മങ്ങൾ പറഞ്ഞാൽ അത് അവിടെ നമ്മൾ മസിൽസിൻ്റെ ഇൻവോൾവ്മെൻറ്റ് വരാം, ബോണി ഇൻവോൾവ്മെൻറ്റ് വരാം, അതേപോലെ നമ്മൾ സർക്കുലേഷൻ്റെ ഇത് വരാം, നെർവ്സിൻ്റെ കണ്ടക്ഷൻ്റെ ഇത് വരാം. ഇതെല്ലാം എത്തിച്ചേർന്നിട്ടുള്ള രീതിയിലുള്ള ഒരിതാണ് എന്ത് മർമ്മം. ഇതിൻ്റെ കൂടെ എന്തുണ്ട്? ഒരു പ്രാണൻ, ലൈഫ്, ആ ഒരു സൂക്ഷ്മമായിട്ടുള്ള പ്രാണൻ്റെ സ്ഥാനങ്ങളാണ് മർമ്മങ്ങൾ എന്ന് ആയുർവേദത്തിൽ പറയുന്നത്. ഇതൊന്നും പറഞ്ഞാൽ നമുക്ക് കാണിച്ചു തരാൻ പറ്റുന്ന ഒരു സംഭവം. അതായത് നമ്മൾക്കിപ്പം ജീവനാണ് എന്നുള്ള രീതിയിൽ നമുക്ക് കാണിച്ചു തരാൻ പറ്റില്ല. ഇപ്പം ഹാർട്ട് പറഞ്ഞാൽ നമ്മളിപ്പം ലൈഫ് ശരിക്കും എവിടെ നിൽക്കുന്നത്? ഹാർട്ടിലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതില്ല ഹാർട്ടിലാന്നുള്ള അഭിപ്രായമുള്ളതുകൊണ്ട് തലയിലാന്നുണ്ട്. പക്ഷെ ഈ ഒരു എനർജി എന്ത് ചെയ്യുന്നുണ്ട്? മൊത്തത്തിൽ ഫ്ലോ കറക്റ്റ് ആവണം. അപ്പം നമ്മൾ അങ്ങനെയുള്ള ചില പൊട്ടൻഷ്യൽ ആയിട്ടുള്ള പോയിന്റ്സ് ആണ് ഈ മർമ്മ പോയിന്റ്സ്. ആ പോയിന്റ്സ് നമ്മൾ എന്ത് ചെയ്യും? ചികിത്സയുടെ ഇതിലാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് ആയുർവേദത്തിലേക്ക് എടുക്കുന്നത്. യുദ്ധത്തിന്റെ വാർ ഫീൽഡിൽ അതിനെന്ത് ചെയ്യണാണ്? ശിക്ഷയുടെ ഇതിലേക്കാണ്. ആയുർവേദത്തെ രക്ഷയാണ്, മറ്റിടത്ത് ശിക്ഷയാണ്. ഇത് രണ്ടും പോയിന്റ്സ് സെയിം ആണ്. അപ്പൊ അതില് ഇപ്പൊ ഈ ശിക്ഷിക്കാൻ വേണ്ടി ഇവർ ചെയ്യുമ്പോൾ അതിനുള്ള പ്രതിരോധം അതിൽ തന്നെ ഉണ്ടാവില്ലേ? അതെ, അതിലാണ് നമ്മൾ ഈ മറുതട്ട്, അടങ്കല്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയുർവേദത്തിൽ കളരിയിലൊക്കെ പറയുന്ന അത് സംഭവം പറഞ്ഞിട്ടുള്ളത്. എന്നാൽ നമ്മൾ എവിടെയാണോ ഇഞ്ചുറി വന്നത് അതിൻ്റെ ഇമ്പാക്റ്റ് എത്രത്തോളം ഉണ്ട്, അതിന് നേരെ ഓപ്പോസിറ്റ് എന്ത് ചെയ്യാണ്? അപ്പം തന്നെ കൊടുക്കും. അത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇമ്പാക്റ്റ് കുറക്കാൻ പറ്റും. ഇപ്പം നമ്മളിപ്പോൾ ഒരു ഫോഴ്സ് ഉണ്ട്, ആ ഫോഴ്സിന് സ്പോട്ടിൽ നമ്മൾ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് അങ്ങോട്ടേക്ക് ഒരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ട് വരുന്ന ഇമ്പാക്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ രീതിയിലുള്ള ഒരു എനർജി ഫ്ലോ നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് മാനേജ് ചെയ്യുന്ന രീതിയിലേക്കുള്ള ട്രീറ്റ്മെൻറ്റിൽ ആസ്പെക്റ്റിലേക്ക് നമ്മൾ എടുക്കുമ്പോൾ അത് രക്ഷയായിട്ട് വരും. അത് നമ്മൾ അങ്ങോട്ടേക്ക് കൊടുക്കുന്നതിന് ഒന്നുകൂടിയും അങ്ങോട്ടേക്ക് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ അത് ശിക്ഷയായിട്ടും പോകും. അതാണ് അതിൽ വരുന്നത്. അന്നത്തെ ആളുകൾ ഇത് കാര്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിലാണ് ഈ കളരി ചികിത്സയിലൊക്കെ മെയിനായിട്ട് കളരി മർമ്മം എന്ന് പറയുന്ന ആ ഒരു ചികിത്സ. അത് ആയുർവേദമായിട്ട് കണക്റ്റഡ് ആണ്. ഇനിയിപ്പം അതിൽ നമ്മളൊരു തുടർച്ച എന്നുള്ളതൊക്കെ ഇപ്പം ആളുകളുടെ ഒരു പ്രധാനപ്പെട്ട കൺസേൺ, എൻ്റെ പങ്ങളൊക്കെ
എന്നും ഡയറ്റാ. ഇന്ന് കീറ്റോ ഡയറ്റാണെങ്കിൽ നാളെ വേറെന്തോ ഡയറ്റായിരിക്കും. 16 മണിക്കൂർ ഡയറ്റ്. ശരിക്ക് ആളുകൾക്ക് ഡയറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, എന്ത് ഇപ്പോൾ ആയുർവേദത്തിന് അതിൻ്റെ ഒരു കൺസെപ്റ്റ് ഉണ്ടാവുമല്ലോ, എന്തൊക്കെ ഡയറ്റ് ശരിക്ക് ഹാംഫുള്ളാണ്, അല്ലാത്ത ഒരു ആൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന എന്ത് ഡയറ്റാണുള്ളത്? ഡയറ്റിലും നമ്മൾ എന്ത് ചെയ്യണം, ബോഡീനെ പ്രിപ്പയർ ആക്കണം, ശരീരത്തെ. ഇപ്പം നാളെ മുതൽ ഞാൻ ഫുള്ള് ഡയറ്റാന്ന് പറഞ്ഞിട്ട് ഇന്ന് പോയിട്ട് നല്ല ഫുഡൊക്കെ കഴിച്ച് നാളെ മുതൽ ഞാൻ ഇപ്പം പലരും ചെയ്യുന്ന അങ്ങനെയാണ്, നാളെ മുതൽ ഞാൻ ഡയറ്റ് തുടങ്ങുകയാണ് അറിയും. പക്ഷേ ബോഡി എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ബോഡിക്ക് കറക്റ്റ് മനസ്സിലാവില്ല. ബോഡി ആ ഒരു സമയത്ത് ഇപ്പോൾ ഉച്ചയ്ക്കാണെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് നമ്മളിന്ന് ഫുഡൊന്നും കഴിക്കുന്നില്ല, നമ്മൾ ഉറപ്പിച്ച് നമ്മൾ കഴിക്കുന്നില്ല, നമ്മൾ കൊടുക്കൂല വായിക്ക്. പക്ഷേ ബോഡി എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഫുഡിനെ ഡൈജസ്റ്റ് ചെയ്യാനുള്ള ഒരു എൻസൈമും കാര്യങ്ങളൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിരിക്കാം. ആ സമയത്ത് ഇത് കിട്ടുന്നില്ല. സ്വാഭാവികമായിട്ടും അവിടെ എന്തായി, അവിടെ ഒരു അസിഡിറ്റി ക്രിയേറ്റായി. ഇത് അസിഡിറ്റി ക്രിയേറ്റ് ആയിട്ട് നമ്മൾ ആ സമയത്ത് വെള്ളം പോലും കൊടുക്കുന്നില്ല. ഒന്നുകിൽ എന്ത് ചെയ്യണം, അതിനെ ഡൈല്യൂട്ട് ആക്കാനുള്ള ഇത്തിരി വെള്ളമെങ്കിലും അവിടേക്ക് എത്തിച്ചു കൊടുക്കണം, അല്ലേ? നമ്മളിപ്പോൾ ഒരു സുറുക്കുണ്ടെങ്കിൽ അത് അതിൻ്റെ അസിഡിറ്റി കൊടുക്കാൻ നമ്മൾ വെള്ളം ഒഴിക്കല്ലേ എന്ന പോലെ ഒരു കുറച്ച് വെള്ളമെങ്കിലും എത്തിച്ചു കൊടുത്ത് അതിനെ ഡൈല്യൂട്ട് ആക്കാത്ത രീതിയിൽ നമ്മൾ സെൽഫായിട്ട് പുതിയത് ഇങ്ങനെ പരീക്ഷിക്കല്ലേ. അപ്പം ആ സമയത്ത് ബോഡിയെ അസസ് ചെയ്യാതെ നമ്മൾ കൊടുക്കുന്ന ഏത് ഡയറ്റും ഫ്ലോപ്പാണ്. ശരി. അപ്പോൾ അത് ആരാണ്? ഒരു ഫിസിഷ്യനെ കണ്ടിട്ട് ഇപ്പോൾ നമ്മൾ സെൽഫായിട്ട് ചെയ്യുന്നതിനേക്കാളും ഇപ്പോൾ എല്ലാവരും യൂട്യൂബിൽ നോക്കിയിട്ട് അങ്ങനെയാണല്ലോ. അപ്പോൾ അതിനേക്കാൾ അപ്പുറത്തേക്ക് ഒരു നല്ലൊരു ഫിസിഷ്യനെ കണ്ടിട്ട്, അത് ഇനിയിപ്പോൾ ഏത് ഫീൽഡിലായിക്കോട്ടെ, കാരണം ഒരാളും പഠിക്കാതെ ആ പൊസിഷനിൽ എത്തുന്നില്ല. അതിപ്പോൾ ആയുർവേദം, അലോപ്പതി, യൂനാനി, ഹോമിയോ എല്ലാവരും അതായത് ആ ശാസ്ത്രത്തിനും അതിൻ്റെ ഇതിനും അനുസരിച്ചിട്ട്. ഇനിയിപ്പോൾ അത് സത്യമല്ലാത്തൊരു ശാസ്ത്രം ഇത്രയും കാലം നിലനിൽക്കുമോ? ഒരിക്കലും എത്ര കാലം ഒരാളെ ബ്ലെയിം ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും? അതിനൊരു പരിമിതി ഉണ്ട്. അപ്പോൾ കറക്റ്റ് നല്ലൊരു ഫിസിഷ്യനെ കണ്ടിട്ട് നമ്മുടെ ലൈഫിൻ്റെ ഒരു കാര്യങ്ങൾ നമ്മുടെ പ്രോപ്പറായിട്ട് നമ്മളെ ബോഡിയുടെ നമുക്കുള്ളൊരു സെൽഫ് അസസ്മെൻറ്റ് ആദ്യം ചെയ്യണം. അത് ചെയ്തിട്ട് ഒരു ഡോക്ടറെ കണ്ടിട്ട് നമ്മൾ അവരൊന്ന് കൺസൾട്ട് ചെയ്ത് എന്നിട്ട് ഒരു ഡയറ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ അത് നല്ല എഫക്റ്റീവായിരിക്കും. ശരിക്കും അതാണ് വേണ്ടത്. ആ കൊടുക്കുന്ന ഫീസ് എവിടെയും പോവില്ല. ആളുകൾക്ക് അതാണല്ലോ പ്രശ്നം. അതായത് ഇപ്പുറത്ത് വലിയ ഇതുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ഫീസ് കൊടുക്കുന്ന ഒരു സംഭവത്തിലേക്കാണ് ആൾക്കാർ പിടിക്കുക. പക്ഷേ നേരെ മറിച്ചിട്ട് അത് എന്ത് ചെയ്യാണ്, കറക്റ്റായിട്ടൊന്ന് നമ്മൾ ആദ്യം ഒന്ന് അസസ് ചെയ്യുക. ഡോക്ടറെ, എനിക്ക് ഇന്നതൊക്കെയാണ് എൻ്റെ ബോഡിയിൽ ഇപ്പോൾ ഉള്ളത്, എനിക്ക് ഇന്ന ലെവലിലേക്കൊന്ന് പോകണം. അപ്പോൾ എന്തായാലും അവരിൽ നമ്മൾ അസസ് ചെയ്യേണ്ടതായിട്ടുള്ളൊരു കാര്യം ഉണ്ടാവും. അത് ആ ഡോക്ടർ, ഏത് ഡോക്ടർ ആയിക്കോട്ടെ, അവർ ആ ഫീൽഡിലേക്ക് ഇപ്പം നമ്മളെ മുന്നിൽ രോഗി വന്നിരിക്കുകയാണെങ്കിൽ നമ്മൾ ആ രോഗിയിൽ നമ്മൾ കാണണം. അപ്പോഴേ നമുക്ക് പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു രോഗി വന്നിരിക്കുക, അവരെ തൊടാൻ വിട്ട് നമ്മൾ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് പ്രോപ്പറായിട്ട് ആ രോഗിനെ. അപ്പം നല്ലൊരു ഡോക്ടറെ അടുത്ത് പോയി കണ്ടിട്ട് നമ്മൾ അസസ് ചെയ്തിട്ട് എന്നിട്ടൊരു ഡയറ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. അതിന് ഞാൻ ഇപ്പം നിങ്ങൾ ഇന്നൊരു ഡയറ്റ് ഫോളോ ചെയ്യണം എന്ന് പറഞ്ഞാൽ നാളെ മുതൽ എല്ലാവരും ആ ഡയറ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഡോക്ടർ എനിക്ക് അതിൽ റിസൾട്ട് കിട്ടിയില്ല പറഞ്ഞാൽ അതിൽ നമുക്കൊന്നും പറയാനില്ല. കാരണം ഡോക്ടർ പറഞ്ഞിട്ടാണല്ലോ ഞാനത് ചെയ്തത്, പക്ഷേ എനിക്ക് പ്രോപ്പറായിട്ട് അതിൽ റിസൾട്ട് കിട്ടിയില്ല. അങ്ങനെ ചെയ്യുന്നതിൽ നമ്മൾ അവരെ ഒരു പേഴ്സണലി നമ്മൾ അസസ് ചെയ്തിട്ടില്ല. ഏറ്റവും നല്ലത് ഒരു ഡയറ്റ് ഫോളോ ചെയ്യണം. എന്തിനും ഒരു ഇൻറ്റൻഷനോട് കൂടിയിട്ടായിരിക്കുമല്ലോ ഒരു ഡയറ്റ് ഫോളോ ചെയ്യണമെന്ന് വിചാരിക്കുന്നത്. ഇപ്പം നമ്മളൊരു ബോഡിയിൽ എനിക്ക് ഇത്ര ബൾക്ക് കുറച്ച് ഇത്ര രീതിയിൽ ഇപ്പം ആ ഒരു കൺസെപ്റ്റിലാണ്. കാരണം കോസ്മെറ്റിക് വാല്യൂ ആണ് ആളുകളിൽ കൂടിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കോസ്മെറ്റിക് കൺസേണും ആണ് ആളുകൾ. ഈ കോസ്മെറ്റിക് കൺസേണിൻ്റെ കൂടെ ഒരു ഹെൽത്ത് കൺസേണും കൂടി എത്തിയാൽ അത്ര അടിപൊളിയായിട്ട് പോകാൻ പറ്റണം. എന്താണല്ലോ നമ്മുടെ നാട്ടിലല്ലേ, അത് ആളുകളിലേക്ക് എത്തുന്നില്ല. അത് പിന്നെന്താ വെച്ചാൽ മാർക്കറ്റിംഗ്, അവർ ഈ കോസ്മെറ്റിക് കമ്പനികൾ നടത്തുന്ന മാർക്കറ്റിങ്ങിന്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ട് അല്ലേ. ശരിക്കും ആയുർവേദത്തിന്റെ ഈ കോസ്മെറ്റിക് സാധ്യതകൾ എന്തൊക്കെയാ? അതുകൂടി ഇപ്പോൾ ഈ കേടുന്ന ആളുകൾ പറയണല്ലോ, എന്തൊക്കെ ഇപ്പം ഇതിന്റെ സ്കിന്ന് ഒന്ന് കളർ കൂട്ടണം. അപ്പം ഇതൊക്കെയാണല്ലോ ഭയങ്കര നമ്മളെ ഈ അങ്ങനത്തെ ഒക്കെയുള്ള ആൾക്കാരെ വലിയൊരു കൺസേൺ. അതിനെന്താണ് മാർഗം? അങ്ങനെയൊക്കെ ഉണ്ടോ? എന്താണ് നമ്മൾ ആയുർവേദത്തിൽ കുറേ വർണ്യങ്ങളായിട്ടുള്ള, അതായത് കളർ ബ്രൈറ്റനിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മളത് കളർ കൂട്ടണം എന്ന് പറയുന്നതിൻ്റെ കൂടെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, സ്കിൻ ടോണും സ്കിന്നിൻ്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ആക്കണം. സ്കിന്നിലേക്ക് കറക്റ്റ് വൈറ്റമിൻ ലെവലൊക്കെ കറക്റ്റായിട്ട് എത്തുന്നുണ്ട് നമ്മളൊന്ന് ഉറപ്പ് വരുത്തണം. അതായത് അങ്ങോട്ടേക്കുള്ള സർക്കുലേഷൻ പ്രോപ്പറാണ്, സ്കിന്നിൻ്റെ ടോൺ നല്ലതാണ്, സ്കിന്നിൻ്റെ നമ്മൾ മസിൽസുകളിലെ ഫങ്ഷൻസ് കറക്റ്റാണ്, അതിലേക്ക് എത്തുന്ന എനർജി ഫ്ലോ കറക്റ്റാണ്. അതിനനുസരിച്ചിട്ട് അവരുടെ ബോഡിയിൽ ഇപ്പം നമ്മൾക്ക് ഒരു പ്രൊഡക്റ്റിൽ നമ്മൾ കളർ കൂടുമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ
ഈ പ്രൊഡക്റ്റ് മാത്രമല്ല ഇവിടെ കളർ കൂടാൻ നിൽക്കുള്ളൂ. അതെ 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 ഒറ്റ എല്ലാവർക്കും ഒന്ന് അത് അവിടെയാണ് നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ വരണം. കാരണം അതായത് നിങ്ങൾക്ക് കളർ കൂടാൻ ഞാൻ തരുന്നൊരു ഇപ്പോൾ ഞാൻ പറയാം, നിങ്ങൾ 40 പരാതി തൈലം ഉപയോഗിച്ചോളൂ, നന്നായിട്ട് കളർ വെക്കും. നിങ്ങൾ 40 പരാതി 10 ബോട്ടിൽ തേച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ എൻ്റെ അടുത്ത് പറയും ഡോക്ടർ ഇത് അത്ര കളർ വെക്കുന്നില്ലല്ലോ. അപ്പുറത്ത് പക്ഷേ നിങ്ങളിത് കേട്ടുകണ്ട് യൂസ് ചെയ്ത വേറെ ഒരാളുണ്ടാവും, അയാൾക്കൊരു പക്ഷേ നല്ല കളർ വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഓരോരുത്തരുടെ സ്കിന്നിനനുസരിച്ചിട്ട് തന്നെയാണ് വ്യത്യാസം വരിക. ഏത് തൈലം ഏത് പ്രൊഡക്റ്റ് അവർക്ക് സ്യൂട്ടാവും എന്നുള്ളത് അത് ഫിസിഷ്യനെ കണ്ടിട്ട്. പക്ഷേ ഈ ഒരു സാധ്യത ഉണ്ടല്ലോ അത് വളരെ വലുതാണ്. ആയുർവേദത്തിൽ നമ്മൾ കോസ്മെറ്റിക്സ് വളരെ സാധ്യത ഉണ്ട്. കാരണം ആ സാധ്യത കൊണ്ടാണ് എല്ലാവരും എന്ത് ചെയ്യുന്നത്, ഇപ്പം ഏത് പ്രൊഡക്റ്റുമേലും ഒരു ഹെർബൽ ആയുർവേദ ഹെർബൽ എന്നുള്ള ഒരു സംഭവം ഉണ്ടാൽ തന്നെ അതിന്റെ മാർക്കറ്റ് കൂടി. സോപ്പ് അതാണ്, സോപ്പ് ആയിക്കോട്ടെ എന്തിലും ഒരു പിന്നെ പാരമ്പര്യത്തിൻ്റെ തനിമ, പാരമ്പര്യം, ആ ഒരു ആയുർവേദിക് അല്ലെങ്കിൽ ഒരു ഹെർബൽ ടച്ച്. പക്ഷെ അവിടെയൊക്കെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഒരു ഫിസിഷ്യൻ്റെ അണ്ടറിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് ചൂസ് ചെയ്യണം. എന്തും പറഞ്ഞത് ഈ ആയുർവേദത്തെ നമുക്കിങ്ങനെ ഇതൊരു വ്യക്തിപരമായ ചോയ്സാണ് അല്ലേ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കോമൺ ആയിട്ട് ഒരു വിധി ആയുർവേദത്തിലില്ല. ഇല്ല ഓരോരുത്തരും കോമൺ ആയിട്ട് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അർദ്ധശക്തിയാ നിഷേവ്യസ്തു വ്യായാമം, അതായത് പകുതി ശക്തിയിൽ ഡെയിലി വ്യായാമം ചെയ്യണം. അത് ശക്തി എന്താണ് നമ്മളാണ് തീരുമാനിക്കുന്നത്. എൻ്റെ ശക്തി എത്ര ഉണ്ട് അതിൻ്റെ ഒരു പകുതിയിൽ ഞാൻ ഡെയിലി എന്ത് ചെയ്യണം, ഒരു വ്യായാമം നടത്തണം. പിന്നെ നമ്മൾ രാവിലെ എണീക്കുന്നവർക്ക് അങ്ങനെയുള്ള നമുക്ക് നമ്മൾ ദിനചര്യ, ഋതുചര്യ, നമ്മൾ ഓരോ ഋതുക്കളിലും പാലിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ളതൊക്കെ നോക്കിയിട്ട് അതിനുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളെ കോമൺ ഉള്ളൂ. ബാക്കിയെല്ലാം പേഴ്സണലൈസ്ഡ്. അപ്പം ഇനി നമുക്ക് നിങ്ങളെ ഒരു വ്യക്തിപരമായ കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഒരു മുസ്ലിം പശ്ചാത്തലത്തിൽ നിന്നുള്ള ആളെ എങ്ങനെ സംസ്കൃതമൊക്കെ ഇത്ര നന്നായി എനിക്കൊന്നും മനസ്സിലായില്ല ഇതിൽ പലതും, എങ്ങനെയത് പഠിച്ചത്, ഇതിൻ്റെ ഒരു എഫേർട്ട് എങ്ങനെയായിരുന്നു, എങ്ങനെയാണ് നിങ്ങൾ ആയുർവേദത്തിലെത്തുന്നത്? സത്യം പറഞ്ഞാൽ ആയുർവേദം നമുക്ക് ഓപ്ഷൻ കിട്ടുന്നത് വരെ ആയുർവേദം എന്താന്ന് പോലും കറക്റ്റ് അറിയില്ല. ഇങ്ങനെ ഒരു BAMS എന്നുള്ളൊരു ഫീൽഡ് ഉണ്ടെന്ന് പോലും അറിയില്ല. എല്ലാവരും പഠിക്കുന്ന നമ്മളിപ്പോൾ സ്വാഭാവികമായിട്ടും MBBS കിട്ടാൻ വേണ്ടിയിട്ട് പഠിക്കണേ, അങ്ങനെ നമുക്കത് കിട്ടിയില്ല, ആയുർവേദത്തിലേക്ക് എത്തുന്ന ആ ഒരു പശ്ചാത്തലം തന്നെയാണ്. പിന്നെ നമ്മൾ എത്തിക്കഴിഞ്ഞതിന് ശേഷം നമ്മളിങ്ങനെ അത് അറിയും തോറും നമുക്കൊരു ഇഷ്ടം വരുന്നുണ്ട്. കാരണം നമ്മൾ അറിയും തോറും അതിലേക്കൊരു ഇഷ്ടം വന്നിട്ടാണ് ആയുർവേദത്തിന് ഇഷ്ടപ്പെട്ട് തന്നെ പിന്നീട് പഠിക്കണത്. പിന്നെ ഇഷ്ടമാണ്. കാരണം നമ്മൾ കാണുന്നത് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും കാണാത്തൊരു ഫീൽഡ്, പക്ഷെ അതിൽ ചില വണ്ടറുകൾ പോലെയാണ് ചില കേസുകളിൽ മാനേജ്മെൻറ്റ് വരുമ്പോൾ നമുക്ക് മനസ്സിലാവണം. അത് നമ്മളെ ഗുരുക്കന്മാരും നമ്മളെ പഠിപ്പിച്ച് നമ്മുടെ ടീച്ചേഴ്സിൻ്റെ ഒക്കെ അവരുടെ ഒരു അപ്രോച്ച് ഉണ്ടല്ലോ, അവർ പേഷ്യൻസിനോടുള്ള അപ്രോച്ചും അവർ ട്രീറ്റ് ചെയ്യുന്ന രീതികളും കണ്ടിട്ട് ആണ് പിന്നീട് നമ്മൾ അതിലേക്കൊരു ഇൻട്രസ്റ്റ് വരുന്നത്. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ഇപ്പോൾ കോഴ്സ് പഠിച്ച് ഇറങ്ങിയതിൻ്റെ ശേഷവും ഞാൻ പറയുകയാണെങ്കിൽ കാരണം ഹസ്ബൻഡിൻ്റെ ഒരു സപ്പോർട്ട്, ആ ഒരു സപ്പോർട്ട് അത് കാരണം നമ്മൾ എല്ലാത്തിലും ഉണ്ട്. നമുക്കൊരു സപ്പോർട്ടും നമുക്കൊരു അത് വേണം. ആ ഒരു സപ്പോർട്ടും കൂടി ഇല്ല. ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ മർമായനം, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു മർമ്മത്തെ കുറിച്ചിട്ടുള്ള നോളജ്, അതൊരു ആയനം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മള് അതെ ഒരു യാത്രയാണത്. അത് നമ്മൾ ഒന്നും കൂടെ കൂടുതൽ ഇപ്പൊ ഞാൻ കുറെ നമ്മള് ഗുരുക്കന്മാരും കാര്യങ്ങളൊക്കെ ഉണ്ട് അവരുടെ അണ്ടറിൽ അവരുടെ അണ്ടറിൽ. പിന്നെ നമുക്കൊരു കോഴ്സായിട്ട് തന്നെ വൈദ്യരത്നത്തിന്റെ ഒരു കോഴ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ മർമായനത്തിൻ്റെ ആ കോഴ്സ് നമ്മൾ ചെയ്യുന്നത് ശരിക്കും അതൊരു 1 ഇയർ കോഴ്സാണ്. പക്ഷെ ആ 1 ഇയറിൽ നമ്മളത് തീരുന്നില്ല, നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്, തീരുന്നില്ല. മനുഷ്യ ശരീരത്തെ പഠിച്ചുകൊണ്ടേ ഇരിക്കണം. ഇപ്പം നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഇപ്പം നമ്മളടുത്ത് വരുന്ന രോഗീൻ്റെ അടുത്ത് നമ്മൾ പഠിക്കണ്ടേ, ഓരോ രോഗിയിൽ. കാരണം നമ്മളടുത്ത് വരുന്ന രോഗി നമ്മളെ കുറേ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. കാരണം ചില രോഗികൾ ഇന്ന കാര്യങ്ങൾ ചെയ്തപ്പോൾ ഇന്നത് എനിക്ക് വ്യത്യാസം വന്നു ഡോക്ടറെ, ഞാൻ വെറുതെ ഒന്ന് ചെയ്ത് നോക്കിയതേനു. അപ്പം നമ്മൾ അതിൻ്റെ കോഴ്സ് എന്താണെന്നുള്ളത് മനസ്സിലാക്കും, എന്താണ് അതിൻ്റെ ഗുണം. നമ്മൾ ഓരോ ആയുർവേദത്തിൽ നമ്മളൊരു വെള്ളത്തിൻ്റെ ഗുണം പറയുന്നുണ്ട്. അങ്ങനെ ഓരോന്നിൻ്റെയും ഗുണങ്ങളും കാര്യങ്ങളും നമ്മൾ നോക്കിയിട്ട് അതായത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണം, കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കണം, നമ്മൾ കാരണങ്ങൾ തേടിക്കൊണ്ടിരിക്കണം. നമ്മൾ പഠിച്ചത് വെച്ചിട്ട് നിൽക്കാതെ നമ്മൾ പഠിച്ചത് മാത്രം നമ്മളിങ്ങനെ ട്രീറ്റ് ചെയ്തുകൊണ്ട് പോയാൽ അത് ശരിക്കും നമ്മൾ ഒരു രോഗിനോട് ചെയ്യുന്ന ദ്രോഹമാണ്. ടീച്ചേഴ്സിന്റെ മാതിരി നമ്മൾ പഠിച്ചത് പാടാൻ പറ്റൂല. അതില് ഡോക്ടർ എന്നുള്ളവർക്ക് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. കാരണം അസുഖങ്ങളായാലും കാരണങ്ങളായാലും നമ്മൾ അതിലേക്ക് നമുക്കിപ്പോൾ നൂതനമായിട്ട് വരുന്ന ടെക്നോളജീസ് നമ്മൾ എന്ത് ചെയ്യണം,
നമ്മളതിനെക്കുറിച്ച് പഠിക്കണം, അത് നമ്മൾ അബ്സോർബ് ചെയ്യണം. പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കി പ്രോപ്പറായിട്ട് നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുന്നതാണോ നോക്കുക, അത് ഇംപ്ലിമെൻ്റ് ചെയ്യുക. അങ്ങനെ ഓരോ രോഗിയിലും നമ്മൾ എന്ത് ചെയ്യാണ്, പഠിച്ചിട്ട് അതിനനുസരിച്ചിട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ പഠിച്ചിട്ട് തന്നെയാണ് എത്തിയിട്ടുള്ളത്. പക്ഷേ തീർന്നിട്ടില്ല, പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. തരുണിയിലെത്തിയത്. ഈ തരുണി എന്തുകൊണ്ടാണ് തരുണി? എന്താണ് അവിടുത്തെ ആക്ടിവിറ്റീസ്? എന്തൊക്കെ ചികിത്സകളാണ് അവിടെ ഉള്ളത്? തരുണി എന്നുള്ള ഒരു പേരിൽ തന്നെ നമ്മളൊരു ഇൻറ്റൻഷൻ ഉണ്ട്. തരുണി പറഞ്ഞാൽ നമ്മളൊരു യുവത്വം, ആ ഒരു ഇല്ലേ തരുണി, ആയുർവേദത്തിന്റെ വലിയൊരു എയിമാണ് എന്ത്, യുവത്വം നിലനിർത്തുക എന്നുള്ളത്. എല്ലാം മനുഷ്യന്റെ ആഗ്രഹമാണ്. മനുഷ്യർക്ക് മരിക്കാൻ താല്പര്യമില്ല, യുവാവായിരിക്കാനാണ്. കാരണം ഒരു ലൈഫിന്റെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഏറ്റവും ഒരു പ്രൊഡക്റ്റീവ് സമയം യുവത്വമാണ്. ആ ഒരു യുവത്വത്തെ നിലനിർത്താനും അതിലേക്ക് ആളുകളെ എത്തിക്കാനും നമ്മൾ ഞാൻ പറഞ്ഞു റീജുവനേഷന് കാര്യങ്ങൾ ആ രീതിയിലേക്കുള്ളൊരു സെൻറ്റർ, അതാണ് നമ്മൾ തരുണിയിൽ. ഒരുപാട് ആയുർവേദ സെൻ്ററുകളുണ്ട്, ഒരുപാട് ആയുർവേദ ആശുപത്രികളുണ്ട്. അതിൽ നിന്ന് എന്താണ് തരുണിയെ വ്യത്യസ്തമാക്കുന്നത്? തരുണിയെ വ്യത്യസ്തമാക്കുക എന്നുള്ള ഓരോ പേഷ്യൻറ്റിനെയും മര്യാദക്ക് അറിയുക, അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുക, അത് കൊടുക്കുക. കാരണം അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, അതായത് നമ്മുടെ സൈഡിൽ നിന്ന് ആ പേഷ്യൻറ്റിന് എന്തൊക്കെയാണോ നമുക്ക് അസസ് ചെയ്തിട്ട് അവർക്ക് അവരുടെ ലൈഫ് ഒരു യുവത്വത്തിലേക്ക് നയിക്കാനുള്ള രീതിയിലേക്ക്, ഒരു ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ, അവരുടെ പെയിന് മനസ്സിലാക്കിയിട്ട് അവരുടെ പെയിന് മാറാനുള്ള രീതിയിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. അത് ചെയ്യാനൊരു സെൻറ്റർ, അതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അങ്ങനെയാണ് അത് തരുണിയിലെത്തിയത്. അപ്പോൾ പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, ഡോക്ടറെ നമ്മൾ എവിടെ പോവാ, നമ്മൾ ഇതെങ്ങനെയാണ് ചെയ്യുക? അപ്പം അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ പല സെൻറ്ററുകളിലേക്കും പറഞ്ഞു വിടുമ്പോൾ ഞാനൊരു സെൻറ്ററുകളുടെയും പേഴ്സണൽ പല സ്ഥലങ്ങളിൽ എന്താണെന്ന് വെച്ചാൽ തെറാപ്പിസ്റ്റുകൾ ട്രീറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. അതായത് ഇപ്പം നമ്മളൊരു സംഭവം എഴുതി കൊടുക്കുന്നത്, ഇന്ന ഇപ്പോൾ ഒരാൾക്ക് ഇത്ര ദിവസം ഇന്ന ഒഴിച്ചിൽ വേണം, ഇന്ന രീതിയിൽ വേണം എന്നൊക്കെ നമ്മൾ എഴുതി കൊടുത്താലും ഒരു ഡോക്ടറെ നേതൃത്വത്തിൽ, ഒരു ഡോക്ടറെ സൂപ്പർവിഷനിൽ നടക്കുന്ന സെൻറ്ററുകൾ പല സ്ഥലത്തും കുറവാണ്. അതായത് ഡോക്ടേഴ്സ് അവിടെ ഉണ്ടായിരിക്കും, പക്ഷേ ഒരു സൂപ്പർവിഷൻ എന്നുള്ളതുണ്ടല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു പേഷ്യൻ്റ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നോക്കിയിട്ട് ആ പേഷ്യൻറ്റിന് അത് ഓക്കെ ആണോ, ഈ ചെയ്യുന്നത് പ്രോപ്പറാണോ. കാരണം ഒരിക്കലും ഒരു ഡോക്ടർ നന്നായതുകൊണ്ട് മാത്രം പേഷ്യൻറ്റിന് നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടൂല. കാരണം ഡോക്ടർ നല്ലതായിരിക്കണം, പേഷ്യൻറ്റിനെ പരിചരിക്കുന്നവർ നന്നായിരിക്കണം, പിന്നെ ആ മരുന്ന് നന്നായിരിക്കണം, തെറാപ്പിസ്റ്റ് നന്നാവണം, ആംബിയൻസ് നന്നാവണം. നമ്മളൊരു സുരക്ഷിതമായ ഒരു സ്ഥലത്ത് നല്ല പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്, നല്ല ക്വാളിറ്റിയുള്ള മെഡിസിൻസ് വെച്ചിട്ട് കൊടുക്കുക. അത് നമുക്ക് അങ്ങനെ ഒന്ന് എത്തിക്കാൻ പറ്റിയാൽ അത് രോഗികൾക്ക് വളരെ ഒരു ഉപകാരമായിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ അവരെ കേട്ട് അവർക്കനുസരിച്ചിട്ടുള്ളത്, കാരണം എല്ലാവർക്കും ഒരേ ട്രീറ്റ്മെൻറ്റ് ആ രീതിയിൽ പോവാതെ നമ്മൾ പേഴ്സണലൈസ്ഡ് ആയിട്ട് കസ്റ്റമൈസ്ഡ് ആയിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക. അത് നമ്മളെ തെറാപ്പിസ്റ്റിനെയും നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ കൂടെ നിൽക്കുന്ന, നമ്മൾ പറയുന്നത് അതുപോലെ ചെയ്യുന്ന ആൾക്കാർ വേണം. ഇപ്പോൾ നമ്മൾ മെഡിസിൻസും എന്ത് വേണം, നമ്മൾ ഉദ്ദേശിക്കുന്ന ഗുണങ്ങളുള്ള മെഡിസിൻ വേണം. അപ്പോൾ അതിന് നമുക്ക് അത്രയും വിശ്വസിക്കുന്ന രീതിയിൽ മരുന്നുണ്ടാക്കുന്ന കമ്പനികൾ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമുക്കറിയണം ഇന്ന മരുന്നിൽ ഇന്നതുണ്ട്, ആ ഒരു കണ്ടന്റ് ഇപ്പോൾ പുറത്ത് എഴുതി വെച്ചതുകൊണ്ട് മാത്രം അതിലുണ്ടായിക്കൊള്ളണമെന്നില്ല. കാരണം ചെയ്യുന്ന അങ്ങനെ ഉറപ്പിച്ചുള്ള കമ്പനികൾ മാത്രമേ നമ്മൾ എടുക്കുള്ളൂ. അങ്ങനെ എടുത്തിട്ടുള്ള ആ മരുന്നിൻ്റെ ക്വാളിറ്റിയും എഫക്റ്റും അതേപോലെ നമ്മൾ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റിൻ്റെയും നമ്മളെ ഡയഗ്നോസിസും അതേപോലെ നമ്മൾ അവരിലേക്ക് കൊടുക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ, എല്ലാം കൂടെ ഒരുമിച്ച് വരുമ്പോഴാണ് നമുക്ക് നല്ലൊരു പ്രൊഡക്റ്റീവായിട്ട് റിസൾട്ട് കിട്ടുക. അത് എത്തിക്കുന്ന ഒരു സെൻറ്റർ ആക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ തരുണി ഉദ്ദേശിച്ചത്. അങ്ങനെ ശരിക്കും ഇപ്പം ആളുകൾക്ക് പൈസക്ക് വലിയ പ്രയാസമില്ല. അപ്പോൾ ആളുകളിപ്പം ഒരു മുടി നരച്ച ആൾക്കാർക്ക് ടെൻഷൻ തുടങ്ങുകയാണ്, ഇപ്പോൾ തടി കൂടിയ ടെൻഷൻ തുടങ്ങുകയാണ്. അങ്ങനെ ആളുകളുടെ ഈ ആൻറ്റി ഏജിങ് ആണ് ആളുകളുടെ ഏറ്റവും വലിയ, വയസ്സാകുന്നു എന്നുള്ളത് ആർക്കും അംഗീകരിക്കാൻ തന്നെ പറ്റില്ല. സത്യത്തിൽ ആ റിയാലിറ്റിയാണ്. ശരിക്കും അവിടെ വന്നാൽ ഇപ്പോൾ ഒരാൾ, ഇപ്പം ഞാൻ ഒരു 35-40 വയസ്സുള്ള ആൾക്കാരൊക്കെയാണ് ഈ ടെൻഷൻ തുടങ്ങുക. 30 വയസ്സ് ഒരു ആരും ഇതിനെപ്പറ്റി ആലോചിക്കില്ലല്ലോ. 30-ൻ്റെയും 35-ൻ്റെയും 45-ൻ്റെയും ഇടയിലാണ് ഈ പ്രോബ്ലം ആൾക്കാർക്ക് തുടങ്ങുക. അങ്ങനെ വരുന്ന ഒരാൾക്ക് എന്തൊക്കെയാണ് നിങ്ങൾ നിർദ്ദേശിക്കുക നിങ്ങളെ തരുണിയിൽ പറഞ്ഞാൽ? അവർക്ക് ഇനിയിപ്പം മന്ത്ലി ഒരു ദിവസമെങ്കിലും അവരെന്ത് ചെയ്യണം, അവിടെ സെൻറ്ററിൽ വരണം, അവരുടെ ഒരു ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ വരിക. ആ സമയത്ത് നമ്മളിപ്പം കഴിഞ്ഞ തവണ ചെയ്തതായിരിക്കില്ല നമ്മൾ ഇപ്രാവശ്യം ചെയ്യാം.
ആ സമയത്ത് അവരുടെ ബോഡിയിൽ എന്താണോ ഒന്ന് അസസ് ചെയ്തിട്ട് അതിനെന്ത് ചെയ്യുക, നമ്മൾ പ്രോപ്പറായിട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഒരു തിരക്കുള്ളവരാണ്, ആ മാസത്തിൽ വരാൻ കഴിയില്ല, അവർക്ക് പറ്റുന്ന സമയത്ത് വരിക. എന്നിട്ട് അവരുടെ പറ്റുന്ന ഒരു ടൈം ഉണ്ടല്ലോ, ആ ടൈമിൽ നമ്മൾ കൺസിഡർ ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, എത്ര നന്നായിട്ട് അവർക്കൊന്ന് നല്ല രീതിയിൽ അവരൊന്ന് ഹെൽത്തി ആക്കിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റുമോ അതിനനുസരിച്ചിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ആ രീതിയിലാണ് നമ്മളിപ്പോൾ ട്രീറ്റ്മെൻറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സ്ഥിരമായിട്ട് വരുന്ന ആളുകളുണ്ടോ? ഉണ്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് ഇപ്പോൾ മന്ത്ലി ഒരു വൺസ് ആയിട്ട് വരുന്നവരുണ്ട്. ഇപ്പം നമ്മൾ ഒരു 6 മാസത്തിലൊരിക്കൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുക, അല്ലെങ്കിൽ വർഷത്തിലൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കുക. ഒരു നാട്ടിലുണ്ടല്ലോ കർക്കിടകത്തിലൊരു അതെ അതെ. അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ അവരുടെ ബോഡിയിൽ ആ സമയത്ത് എന്തൊക്കെയാണ്, ഏജ് കൂടിക്കൊണ്ടിരിക്കുകയാണ്, ഏജ് റിലേറ്റഡ് ആയിട്ട് ഇപ്പോൾ എല്ലാത്തിനും വിയർ ആൻഡ് ടിയർ ഉണ്ടാവില്ലേ. അപ്പോൾ നമ്മളിങ്ങനെ യൂസ് ചെയ്യുന്നുണ്ട്, നമ്മളെ ബോഡി പിന്നെ യൂസ് ആക്കിക്കൊണ്ടിരിക്കണ, ബ്രെയിൻ യൂസ് ചെയ്യണ. അപ്പോൾ ഇതിൻ്റെതായിട്ട് നമുക്ക് വന്നിട്ടുള്ള ചേഞ്ചസുകളെ നമ്മൾ എന്ത് ചെയ്യും, ഒന്ന് അസസ് ചെയ്തിട്ട് അതിൻ്റെ റിവേഴ്സലും എങ്ങനെ അവരുടെ ഒന്നും കൂടെ ഒന്ന് യുവത്വത്തിലേക്ക് നമുക്ക് എത്തിക്കാം, എന്തൊക്കെയാണ് അവർ പിന്നീട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അങ്ങനെ ഒരു ബേസിക് അസസ്മെൻറ്റ് പേഷ്യൻറ്റിൻ്റെത് എടുത്തിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ട്യൂൺ ചെയ്ത് അവരുടെ ടൈമിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. അതാണ് അതിലിപ്പോൾ പ്രധാനപ്പെട്ട ഇപ്പോൾ ഒരാൾ, ഇപ്പം ഞാൻ പിന്നെ തന്നെ എക്സാമ്പിളാക്കാം. ഞാൻ ഇപ്പം നിങ്ങളുടെ അടുത്ത് വരികയാണ്, എനിക്കിപ്പം വേണ്ടത് കുറച്ച് തടി കുറക്കണം, അതേപോലെ ഒന്ന് ബ്രൈറ്റ് ആവണം, ക്ഷീണമൊക്കെ നമുക്ക് ഉണ്ടാകുന്ന ക്ഷീണം, നമ്മൾ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന ആളുകൾ. അപ്പം അങ്ങനെ ഒരാൾ നിങ്ങളുടെ അടുത്ത് വരികയാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് അവർക്ക് പറയാം, ഒരു മാസത്തിൽ അവർക്ക് എന്തൊക്കെ കൊടുക്കും? നിങ്ങളിപ്പോൾ ഒരു 3 days വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, 3 days ഇപ്പോൾ നിങ്ങൾ വരികയാണ്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ജസ്റ്റ് നിങ്ങൾക്ക് മെയിനായിട്ട് വേണ്ടത് മൊത്തത്തിലൊന്ന് സർക്കുലേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ആവണം. അതിൻ്റെ കൂടെ നിങ്ങളൊന്ന് കോസ്മെറ്റിക് ലെവലിൽ നിങ്ങളെ വാല്യൂം കൂടെ ഇമ്പ്രൂവ് ആക്കണം. അപ്പം നമ്മൾ അതിന് രണ്ടിനും കൂടെ പറ്റുന്ന രീതിയിൽ നമ്മളൊരു ഒഴിച്ചിൽ അതിൻ്റെ കൂടെ ഒരു മൈൽഡ് സ്ക്രബ് ഉണ്ടാവും. നമ്മളിപ്പോൾ ഫേഷ്യൽ ചെയ്യുമ്പോഴില്ലേ എന്ന പോലെ ഒരു ഫുൾ ബോഡി സ്ക്രബ്, പിന്നെ ഒരു സ്റ്റീം. ഇനിയിപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഏതെങ്കിലും ജോയിൻറ്റ് പെയിനുകളൊക്കെ, മെഡിസിൻസ് ഒക്കെ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കണ്ടീഷൻ അനുസരിച്ച് നമ്മൾ ചൂസ് ചെയ്യാം. എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് ഒന്നുകിൽ വയറിളക്കുന്ന രീതിയിൽ ഒരു പ്യൂരിഫിക്കേഷൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പഞ്ചകർമ്മ പ്യൂരിഫിക്കേഷൻ, അതിൽ ഒരു പക്ഷേ വയറിളക്കലാവാം, അല്ലെങ്കിൽ നമ്മൾ കഫത്തിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു ഛർദ്ദിപ്പിക്കലാവാം, അല്ലെങ്കിൽ മരുന്ന് ഉള്ളിലേക്ക് കുടിച്ചിട്ടോ അല്ലെങ്കിൽ വസ്തിയോ, അങ്ങനെ ഏത് രീതിയിലെങ്കിലും വയറിളക്കും. പിന്നെ കണ്ടക്റ്റീവ് എററൊക്കെ നന്നായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ചെറിയൊരു രക്തമോക്ഷം, അതായത് നമ്മൾ രക്തമോക്ഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇമ്പ്യൂർ ആയിട്ടുള്ള ബ്ലഡ് കുറച്ചൊന്ന് എടുത്ത് കളയാം. അപ്പോൾ എന്താ വെച്ചാൽ ഒന്നുകൂടെ സർക്കുലേഷൻ ഇമ്പ്രൂവ് ആവും. കപ്പിങ് എന്നുള്ള രീതിയിലുണ്ട്, സ്ഥിരാവേദം എന്നുള്ള രീതിയിലുണ്ട്, ഡയറക്റ്റ് നമ്മൾ വെയിൻ എടുത്തിട്ട് കളയുന്ന രീതിയിലുണ്ട്. നമ്മൾ ഇത് വെച്ചിട്ട് സിറിഞ്ച് വെച്ചിട്ട് തന്നെ നമ്മൾ എടുക്കും. കാരണം അത് എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു പ്രോപ്പറായിട്ട് അതിന് അതെന്താ പറഞ്ഞാൽ നമ്മൾ ഒരു 3 days ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടി എഫക്റ്റീവായിട്ട്. ഇനിയിപ്പം 3 days ഒന്നും എടുക്കാൻ സമയമില്ല, ഒരു 1 day ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഹെഡ് മസാജ്, ഫേസ് മസാജ്, ഫുൾ ബോഡി മസാജ്, ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്ക്രബ്, അതിൻ്റെ കൂടെ ഒരു നല്ല സ്ട്രെസ്സുള്ള ഒരു കണ്ടീഷൻ എന്നാണെങ്കിൽ നമ്മൾ തലക്കൊരു ധാര, അതിൽ നമ്മൾ സ്ട്രെസ് റിലീവിങ് ആയിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ള ധാരകളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ധാരയൊക്കെ ചെയ്ത് കഴിഞ്ഞ് പിന്നെ നിങ്ങൾക്ക് അന്ന് നൈറ്റിലേക്ക്, അന്നൊരു ലൈറ്റ് ഫുഡ് കഴിക്കാൻ പറയും, അന്ന് നൈറ്റിൽ ഒരു ജസ്റ്റ് ഒരു നമ്മളൊന്ന് വയറിളക്കാനുള്ള രീതിയിൽ മെഡിസിൻ തന്ന് പിറ്റേ ദിവസം ആകുമ്പോഴേക്കും നിങ്ങൾക്ക് നല്ലൊരു ഫ്രഷ്നെസ് ഉണ്ട്. പലരും നമ്മളടുത്ത് വന്ന് പറയാറുണ്ട്, നല്ല കണ്ടിന്യൂസ് ആയിട്ട് സ്ട്രെസ്സ് വന്ന് ജസ്റ്റ് ഈ ഒരു ധാര കഴിഞ്ഞാൽ തന്നെ അവർക്ക് അങ്ങ് ബോഡി എന്നിട്ട് ലൈറ്റായ പോലെ ഫീൽ ചെയ്യും. അത് ആക്ച്വലി അത് എടുത്തവർക്ക് അതിൻ്റെ ഒരു ഫീലിംഗ് മനസ്സിലാവുള്ളൂ, അല്ലാത്തവർക്ക് അത് ഒരിക്കലും മനസ്സിലാവില്ല. നമ്മൾ പുറത്ത് നിന്നുമ്പോഴേ. പക്ഷെ അത്രയും എഫക്റ്റ്. ഇപ്പം നമ്മളൊരു തലവേദന ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻറ്റേർണൽ മെഡിസിൻ എടുത്താൽ അതിൻ്റെ കൂടെ ഒരു ബാമിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മസാജ് കൊടുത്താൽ കിട്ടുന്ന ഒരു എഫക്റ്റ് ഇല്ലേ, ആ ഒരു സംഭവം, അത് രണ്ടും കൂടെ ഒരുമിച്ച് പോയാൽ എങ്ങനെ ഉണ്ടാവും, നല്ലൊരു വണ്ടർ അല്ലേ. അപ്പോൾ ആ രീതിയിലുള്ള ഒരു എഫക്റ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പൊതുവെ ആര് വരികയാണെങ്കിലും ഓക്കെ, ഞാൻ വരാൻ ശ്രമിക്കാം നിങ്ങൾ പറഞ്ഞ പോലെ. ഇനി രണ്ടാമത്തെ ഒരു പൊതുവെ ആയുർവേദവും അലോപ്പതിയും തമ്മിലുള്ള ഒരു പ്രശ്നം ആൾക്കാരെ കാണുന്നത് ഇതിൻ്റെ കോസ്റ്റാണ്. അത് നമ്മൾ പറയണമല്ലോ. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു പനി വന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ അലോപ്പതി നമുക്കൊരു 100 രൂപ അല്ലെങ്കിൽ 200 രൂപയിൽ തരും. ആയുർവേദത്തിൽ ആയിരക്കണക്കിന് രൂപയാകും എന്നുള്ളൊരു ഒരു ധാരണ ആളുകളുടെ ഉള്ളിലുണ്ട്. അങ്ങനെ വേണമെങ്കിൽ ഇപ്പം ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു എന്തെങ്കിലും ഒരു ചേഞ്ചിന്
അല്ലെങ്കിൽ ഒരു സുഖത്തിന് ഒരു സ്വസ്ഥതയ്ക്ക് വേണ്ടി മാസത്തിൽ ഒരാളുകളെടുത്ത് വരുമ്പോൾ അതിൻ്റെ കോസ്റ്റ് എങ്ങനെയാണ്? വലിയ പൈസ വരുമോ അതോ സാധാരണക്കാർക്ക് അഫോർഡബിൾ ആണോ? ഇപ്പം നമ്മളൊരു നല്ല രീതിയിലൊരു ഒഴിച്ചിലും കാര്യങ്ങളും ആ രീതിയിൽ വരുമ്പോൾ നമുക്ക് കോസ്റ്റ് വരുന്നത് ഇപ്പം നമ്മൾ ഈടാക്കുന്നത് 1500 ആ റേഞ്ചിലാണ് ഒരു പെർ ഡേ. കാരണം അത് നമ്മളിൽ ഇപ്പോൾ ഫുൾ ബോഡി മസാജ്, ഫേസ് മസാജ്, ഹെഡ് മസാജ് എല്ലാം വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ കോസ്റ്റ് ആയുർവേദ മെഡിസിൻസിന് അത്യാവശ്യം നല്ല കോസ്റ്റാണ്. അതിൽ നമുക്കൊന്നും കാരണം മാൻ പവറാണ് കൂടുതൽ. പിന്നെ പറഞ്ഞാൽ ഈ ഡ്രഗ്സ് ഇതെല്ലാം നമുക്ക് ഈ പിന്നെ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നതല്ലല്ലോ, അതിൻ്റെ കളക്ഷൻ വരുന്നുണ്ട്. അത് പ്രോപ്പറായിട്ട് നല്ലതാണ്. കാരണം അത് കമ്പനിക്കാരെ പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് അത്രയും കോസ്റ്റ് വരുന്നുണ്ട് അതിന്. അപ്പം ഈ ഒരു മാൻ പവറും കാര്യങ്ങളും കൂടുതലും, അതേപോലെ നമുക്ക് എനർജി ആണെന്നുണ്ടെങ്കിലും ഇപ്പം ചിലതൊക്കെ നമ്മളിപ്പോൾ തൈലങ്ങളാണെങ്കിൽ ആദ്യം ഒന്ന് കഷായം വെച്ച് പിന്നെ അതിലേക്ക് നമ്മൾ കൽക്കവും കാര്യങ്ങളും ചേർത്ത് തൈലത്തിലേക്ക് ഇട്ട് അത് പാകാവുന്നത് വരെ നമ്മൾ ഇളക്കി കാര്യങ്ങൾ. ഇതൊരു മെഷീനിൽ പെട്ടെന്ന് പ്രോസസ്സ് ചെയ്തെടുക്കല്ലോ. അതിൻ്റെ പ്രോസസ്സിങ്ങിന് അത്യാവശ്യം നല്ല കോസ്റ്റ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് അതിന് കോസ്റ്റ് വരുന്നത്. പ്ലസ് മാൻ പവർ നമ്മൾ മെഷീനുകളിൽ ചെയ്യാൻ പറ്റുന്നത് ഇല്ല. ഇപ്പം നമ്മൾ മെഷീനിലായിട്ട് ചെയ്യാൻ പറ്റുന്നത് പറഞ്ഞാൽ ടച്ചിൽ കിട്ടേണ്ട ടച്ചിൽ തന്നെയല്ലേ കിട്ടുന്നത്. അതിപ്പോൾ മെഷീനിൽ കിട്ടുന്നതല്ലല്ലോ. അപ്പം ആ ഒരു സംഭവം കൊണ്ടാണ് ഇതിന് കോസ്റ്റ് വരുന്നത്. അതിലിപ്പോൾ നമുക്കിപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു കാറ്റഗറി ആൾക്കാർക്കാണ് ഉണ്ട് അല്ലേ ആ കാറ്റഗറി. എന്നാലും ഈ പറയണ പോലെ വലിയ കോസ്റ്റ് ഇല്ല, ഭയങ്കര പൈസയാണ്. ഇപ്പോൾ 10,000 റുപ്യാവുന്നൊക്കെ ആൾക്കാർ വിചാരിക്കണം. പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ഇതിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ ആഡ് ഓൺസ് ചെയ്തിട്ട് ചെയ്യാം. ഇപ്പം നമുക്ക് ഒന്നുകൂടെ ഇപ്പം നിങ്ങൾ ഈ വൺ ഡേ ചെയ്യുന്നതിൽ ഞാനിപ്പം ഒരു അഭ്യംഗതൊക്കെ പറഞ്ഞത് ഇത് തന്നെ നമുക്ക് ചില ഇതിലിപ്പോൾ നമുക്കൊരു ഞവര പോലെ നമ്മൾ കിഴികൾ മാംസ ഞവര വരികയാണ്, മാംസ ഞവരൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആട്ടുമാംസവും കാര്യങ്ങളൊക്കെ ചേർത്തിട്ടാണ് ചെയ്യുന്നത്. അത് ഡയറക്റ്റ് ആട്ടുമാംസം ചേർത്തിട്ടല്ല, അതിന് ആദ്യം നമ്മൾ മെഡിസിൻ പ്രിപ്പയർ ചെയ്യണം. അത് ചെയ്തിട്ട് അത് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് പിന്നീട് നെക്സ്റ്റ് പ്രിപ്പറേഷൻ അതുകൊണ്ട് ചെയ്യണം. അത് കഴിഞ്ഞ് അപ്പോൾ അത്രയും നമുക്ക് അതിൻ്റെ ബാക്കിൽ അതിന് വരുന്നുണ്ട്. പിന്നെ അതേപോലെ ചില നമ്മൾ തലക്കുള്ള ധാരകളൊക്കെ പറഞ്ഞാൽ ചിലത് നമുക്ക് 24 hours ടൈം വേണം ആ മെഡിസിൻ പ്രിപ്പയർ ചെയ്യാൻ. ഇന്ന് വരുന്ന ഒരാൾക്ക് ഇന്ന് ചെയ്യാൻ പറ്റില്ല, നമുക്ക് തലേദിവസം തന്നെ അതിനെ റെഡിയാക്കിയിട്ട് ആ ഒരു പ്രോസസ്സിങ്ങിനും കാര്യത്തിനും വരുന്ന കോസ്റ്റുകളാണ് മെയിനായിട്ട് വരുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ ചെയ്തിട്ട് വരുമ്പം അത്യാവശ്യം കോസ്റ്റ് വരുന്ന ട്രീറ്റ്മെൻറ്റ്സും ഉണ്ട് എന്ന് പറയുമ്പോൾ ശരിക്കും ഇന്ത്യയിലേക്ക് ഇപ്പം ഞാനെപ്പോഴും ആലോചിക്കുന്ന ഒരു സാധനമുണ്ട്. നമ്മൾ യാത്രയൊക്കെ ചെയ്യുമ്പോൾ ഇന്ത്യ ശരിക്കും ആയുർവേദത്തിൻ്റെ ഒരു കേന്ദ്രമാക്കി ശരിക്കും മാർക്കറ്റ് ചെയ്യപ്പെടേണ്ട സ്ഥലമാണ്, പ്രത്യേകിച്ച് കേരളത്തിൽ. പക്ഷെ അങ്ങനെ ഇതൊക്കെ ആളുകൾ കൂടുതൽ പോകുന്നത് ശ്രീലങ്കയൊക്കെ ഈ ആയുർവേദം എന്നൊക്കെ പറഞ്ഞ് പോകണേ. അത് ശരിക്കും അങ്ങനത്തെ ഒരു പ്ലാൻ ഉണ്ടോ നിങ്ങൾക്ക്? എന്നുവെച്ചാൽ വിദേശത്തു നിന്ന് ആളുകൾ വരുന്നുണ്ടോ അത് കൊണ്ടുവരാനുള്ള പ്ലാനുകളുണ്ടോ? ഇപ്പോഴത്തെ കണ്ടീഷനിൽ പറഞ്ഞാൽ ഞാൻ മെയിനായിട്ട് പറഞ്ഞാൽ ജെന്യുവിൻ ആയിട്ടുള്ള കേസുകളെ നന്നായിട്ട് അഡ്രസ്സ് ചെയ്തിട്ട് ട്രീറ്റ് ചെയ്യുക. അതിപ്പോൾ എവിടുന്നാണെങ്കിലും അത് എവിടുന്നാണെന്നുണ്ടെങ്കിലും നമ്മളിപ്പോൾ ഒരാൾ വിദേശിയാണോ സ്വദേശിയാണോ അല്ലെങ്കിൽ അയാൾക്ക് അത്യാവശ്യം നല്ല ഫണ്ടുള്ള ആളാണോ അല്ലെങ്കിൽ ഫണ്ട് കുറഞ്ഞ ആളാണോ, അതിനപ്പുറം അയാൾ നമ്മളെടുത്ത് വരുന്ന എന്തിനാണ്? ഇപ്പോൾ ഏതൊരു രോഗിയും ഒരു പേഷ്യൻ്റെ അടുത്ത് നമ്മൾ ഇഷ്ടമുണ്ടായിട്ട് പോകണോ? അല്ലല്ലോ. അവരുടെ ഒരു നിസ്സഹായാവസ്ഥയാണത്. നമ്മൾ ആ നിസ്സഹായാവസ്ഥയെ മാർക്കറ്റ് ചെയ്യണതിനേക്കാളും നല്ലത് അതിനെ അവരെ പ്രോപ്പറായിട്ട് അവർ ഗൈഡ് ചെയ്തിട്ട് അതിനെ കറക്റ്റായിട്ട് അഡ്രസ്സ് ചെയ്യാന്നുള്ളതാണ്. അതിലൂടെ വരുന്ന ആളുകൾ വരിക, അതിലൂടെ നമുക്ക് എന്താണോ മെച്ചം കിട്ടുന്നത് ആ രീതിയിലേക്ക് നമുക്ക് വാങ്ങിക്കുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ആളുകളെ ട്രീറ്റ് ചെയ്തിട്ട് ഇത് മതി, അതിൻ്റെ ഒരു മാർക്കറ്റിംഗ് നിങ്ങൾ ആലോചിക്കുന്നില്ല, കൂടുതൽ മാർക്കറ്റിംഗ് ആലോചിക്കുന്നില്ല. അപ്പോൾ നമ്മൾ എത്തിക്സുകൾ വിട്ട് കഴിഞ്ഞാൽ അത് ശരിയാവില്ല. ഒരു എത്തിക്സ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വാല്യൂ ആണ് നിങ്ങൾ ആലോചിക്കണം, അല്ലാതെ ഇതിൻ്റെ കൊമേഴ്ഷ്യൽ വാല്യൂ അല്ല, അല്ലേ? അങ്ങനെയാണല്ലോ. എന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ അതിൻ്റെ ഫിനാൻസ് എന്തായാലും നടന്നു പോകണമല്ലോ. അതിലപ്പുറത്തേക്ക് നമ്മളെങ്ങനെ സ്റ്റാഫിന് സാലറി കൊടുക്കുക, നമ്മളെങ്ങനെ റെന്റ് മെയിൻറ്റെയിൻ ചെയ്യും, നമുക്ക് ലൈഫ് അതൊക്കെ അതിൻ്റെ കൂടെ നടക്കണം. അതിലപ്പുറത്തേക്കുള്ള കാരണം നമ്മളൊരു ബൂസ്റ്റിംഗ് എന്നുള്ള രീതിയിൽ അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇതിനെ കൊണ്ട് അങ്ങനെ ഉണ്ടാവും ഇങ്ങനെ ഉണ്ടാവും അതൊക്കെ പറഞ്ഞിട്ട് ആളുകളെ മണ്ടന്മാരാക്കുക എന്നുള്ളതാണ്. പിന്നെ പറഞ്ഞാൽ ഇതിൽ പക്ഷേ നിങ്ങൾ പറഞ്ഞ പോലെ ഇപ്പോൾ ശ്രീലങ്കയിലേക്ക് ആയുർവേദത്തിൻ്റെ ഒരു പൊട്ടൻഷ്യൽ ഫീൽഡ് ഇതുവരെ ശരിക്കും സർക്കാർ മനസ്സിലാക്കിയിട്ടുണ്ടോ സംശയമാണ്. ഫോർ എക്സാമ്പിൾ കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഫോറിനേഴ്സ് ഇവിടെ
ഇവിടുത്തെ ആയുർവേദം തേടിയിട്ട് ആളുകൾ ഇവിടെ കുന്നുകൂടും. അതെ 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 കാരണം തീർച്ചയായിട്ടും. അത്രയും ഫോറിനേഴ്സൊക്കെ എന്തായാലും വരും. കാരണം നമ്മളടുത്താണ് നല്ല മെഡിസിൻസ് ഉണ്ട്, നമ്മളടുത്ത് നല്ല പ്രോപ്പറായിട്ടുള്ള ഇതുണ്ട്, പാരമ്പര്യമുണ്ട്, ഇതിന് ഹിസ്റ്ററി ഉണ്ട്. അതിൻ്റെതായിട്ടുള്ള ഹിസ്റ്ററി ഉണ്ട്, അതിൻ്റെ പ്രോപ്പർ ചാനലുകളുണ്ട്, എഫിഷ്യൻ്റ് ആയിട്ട് ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട്. പക്ഷെ ഇവരൊന്നും ആരും യൂട്ടിലൈസ് ചെയ്യണില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇത് കറക്റ്റായിട്ട് ഒന്ന് ഇതിൻ്റെ ഒരു ഫ്ലറിഷ്മെൻ്റ് ഒരു ഗവൺമെൻറ്റൊക്കെ ഏറ്റെടുത്ത് കണ്ട് ചെയ്താലുണ്ടല്ലോ, നമ്മളെ നാട്ടിൽ തന്നെ അതിൻ്റെ ഒരു വളരെ വലിയൊരു സാധ്യത ഉണ്ട്. അതെ അതെ കാരണം ഇപ്പം നമ്മളിപ്പം നോക്കുമ്പോൾ എല്ലായിടത്തും സ്പാ എന്നിങ്ങനെ കാണും. ഈ അത് സ്പായിലേക്ക് വെറും ആളുകൾ പോകുന്ന എന്തിനാണ്? സംഭവം വരുവാണ്, പക്ഷെ അതിലൊരു അവർക്കൊരു ഒരു സുഖം. സുഖം കിട്ടുന്നുണ്ട്, അതെ ഒരു എഫക്റ്റ് കിട്ടുന്നുണ്ട്. പക്ഷെ അത് ഒരു പ്രോപ്പറായിട്ടുള്ളൊരു എഫക്റ്റ് കിട്ടുന്ന സെൻറ്ററുകളാണെങ്കിൽ അത്ര ആളുകൾ വരില്ലേ? അതെ അതെ തീർച്ചയായിട്ടും. അത് ആളുകളിലേക്ക് എത്തുന്നില്ല. പാലൊക്കെ 3000-4000 ഒക്കെ ആൾക്കാർ ആണ്. ഒരു ദിവസത്തേക്ക് വാങ്ങുന്നത്. ശരിക്കും ആയുർവേദത്തിന്റെ പ്യുവർ ആയിട്ടുള്ള അതിന്റെ ഒരു പ്യുവർ ആയുർവേദ ആളുകൾക്ക് അറിയൂല എന്നുള്ളതാണ് സത്യം. അതിന്റെ ഫേക്ക് ഇവിടെ കുറെ ഉള്ളതുകൊണ്ട് അല്ലേ? അതാണ് കാരണം നമ്മൾ തന്നെ ഇപ്പം പലപ്പോഴും ഫേസ് ചെയ്യുന്ന കാര്യമാണ്. ഇപ്പം ഒരു ഹാർട്ടിൻ്റെ ഒരു കിഡ്നിയുടെ നമ്മളിപ്പോൾ ഒരു ക്രിയാറ്റിനും കുറച്ചൊരു എലിവേറ്റഡ് ആയിട്ടുള്ള ഒരു പേഷ്യൻ്റ് ഉണ്ട്. ചിലപ്പം അവർ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഡോക്ടേഴ്സ് ആദ്യം ചോദിക്കുക, ആയുർവേദം കഴിച്ചിരുന്നോ എന്നാണ് ചോദിക്കുക. എന്തെങ്കിലും ആയുർവേദം കഴിച്ചിരുന്നോ? നേരെ മറിച്ചിട്ട് അവരുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെയാണ് കഴിക്കാറുണ്ടായിരുന്നത്, എങ്ങനെയായിരുന്നു നിങ്ങളെ ലൈഫ് സ്റ്റൈൽ, അത് ചോദിക്കുന്നതിന് പകരം ആയുർവേദം എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിക്കുക. അതിൻ്റെ മുന്നേ അവർ കഴിച്ചിട്ടുള്ള വേറെയുള്ള കാര്യങ്ങളോ മെഡിസിൻസ്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ആ ഫ്രണ്ടിൻ്റെ ബ്രദറിന് ഒരു കിഡ്നി ഫെയിലിയർ ആയിട്ട് ചെന്നപ്പോഴേ അവർ ചോദിച്ചത് ആയുർവേദം കഴിച്ചിരുന്നെന്നാണ്. പക്ഷേ അവർ പറയണത് ആ കുട്ടി ആയുർവേദം കഴിക്കാറേ ഇല്ല. പക്ഷേ ആ കുട്ടി സ്ഥിരമായിട്ട് എന്തുണ്ട്, ഇങ്ങനെ കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, നല്ല ഫുട്ബോൾ പ്ലെയറാണ്. അപ്പോൾ അവർ ഫുള്ള് കൊക്കക്കോള, പെപ്സി ഇങ്ങനത്തെ സാധനങ്ങൾ, അതേപോലെ ജങ്ക് ഫുഡ്സ്, ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ അവർ കഴിക്കുന്നുണ്ട്. അത് ചോദിക്കാതെ ഇതാണ് ചോദിക്കുന്നത്. ഇതൊക്കെ ഒരു ആയുർവേദത്തിൽ ഇങ്ങനെ ഒരു ഡിഗ്രേഡ് ചെയ്യുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ആയുർവേദത്തിൻ്റെ ഒരു ശരിയായിട്ടുള്ളത് ആളുകളിലേക്ക് എത്താത്തത്. പക്ഷെ പ്രോപ്പർ ആയുർവേദ ചാനലിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല വ്യത്യാസങ്ങൾ, കാരണം നമ്മൾ തന്നെ കാണുന്നുണ്ട്. നമ്മളിവിടെ ബ്ലെയിം ചെയ്ത് പറയല്ല. കാരണം നമ്മളൊരു എക്സ്പീരിയൻസിൽ പറഞ്ഞാൽ ഇപ്പം എനിക്കിപ്പം ഒരു 9 വർഷമായിട്ട് ഞാനിപ്പം പ്രാക്ടീസ് തുടങ്ങിയത്. ഈ പ്രാക്ടീസിൽ നമ്മൾ കാണുന്നത് പറഞ്ഞാൽ നമ്മൾ ജെന്യുവനായിട്ട് ട്രീറ്റ് ചെയ്താൽ നമുക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ ആളുകൾ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട്. അപ്പം പിന്നെ എന്തിനാണ് ഇത്ര ബ്ലെയിമിംഗ് എന്ന് മനസ്സിലാവണില്ല. ശരിക്കും ഇതിനെതിരെ ഒരു ഡീഗ്രേഡിംഗ് ക്യാമ്പയിൻ ഇപ്പോൾ പോസ്റ്റ്നാറ്റൽ പീരീഡിൽ ഇപ്പം നമ്മളൊക്കെ നന്നായിട്ട് പോസ്റ്റ്നാറ്റിൽ ചെയ്യുന്നുണ്ട്. നമ്മൾ പോസ്റ്റ്നാറ്റിൽ പറഞ്ഞാൽ ഇപ്പം ഇവിടെയൊക്കെ നമ്മൾ പോസ്റ്റ്നാറ്റിൽ നമ്മൾ അവർക്കുള്ള പാക്കേജുകളോ കാര്യങ്ങളോ ഇടുമ്പോഴും നമ്മൾ ചെയ്യുന്ന കസ്റ്റമൈസ്ഡാണ് ട്രീറ്റ്മെൻറ്റ്സും. അതായത് ആ പേഷ്യൻറ്റിന് അവരുടെ പ്രഗ്നൻസിയിലും അവരുടെ കൺസെപ്ഷൻ പീരീഡിൽ അവരുടെ ഡ്യൂറിങ് ദ പ്രഗ്നൻസി ഇതിൽ ഡെലിവറി ടൈമിലും അവർക്ക് എന്തൊക്കെയാണോ ബുദ്ധിമുട്ടുണ്ടായത് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത്. പിന്നെ അവർക്കുള്ള ഫുഡുകളാണെങ്കിൽ ആ സമയത്ത് അവരുടെ പാലിൻ്റെ ക്വാളിറ്റി കൂടാൻ, അതുപോലെ ഒന്നുകൂടി ഹെൽത്തി ആവാൻ, അതിലേക്ക് വേണ്ടത് എന്തൊക്കെയാണ് അതൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇതൊന്നും ആവശ്യമില്ല, ഇതൊന്നും വേണ്ട, അങ്ങനെയുള്ള കുറേ ക്യാമ്പയിൻസ് വരുന്നുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ മുന്നത്തെ ഒരു തലമുറ ഉണ്ട്, അങ്ങനെ ഒരു തലമുറ ഇന്നിവിടെ ജീവിക്കാൻ പാടില്ലല്ലോ. എല്ലാവരും അരിഷ്ടം കുടിച്ച് മരിക്കണ്ട അല്ലേ? മുമ്പൊരു തലമുറ ഒരുപാട് ആയുർവേദം ചെയ്തിരുന്ന ഒരു തലമുറ, അതിൽ നിന്ന് തന്നെയാണ് നമ്മളിപ്പം ഈ ന്യൂജനൊക്കെ വന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഒരു തലമുറ ഇവിടെ ജീവിക്കാനേ പാടില്ലായിരുന്നു. അന്ന് ഇത്ര ഡയാലിസിസ് സെൻ്റർ ഉണ്ടോ, ഇത്ര ഹോസ്പിറ്റലുകളിൽ ഇത്രയും ഹൈഫൈ ആയിട്ടുണ്ട്, ഇവരെല്ലാവരും ഇങ്ങനെ രോഗികളിങ്ങനെ കുന്നുകൂടി കിടന്നിരിക്കുന്നു. അന്നിങ്ങനെ ഇല്ലല്ലോ. അപ്പം പ്രോപ്പറായിട്ടുള്ള ഒരു നോളജ് വെക്കാതെ ഇപ്പം നമ്മളിപ്പോൾ ഒരു പേഷ്യൻറ്റിനോട് പറയണേ, പിന്നെ നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ഒരു പേഷ്യൻറ്റിനെ വിട്ട്, ഞാൻ ഒരു ഹോസ്പിറ്റൽ നമ്മൾ പേരെടുത്ത് പറയില്ല, അയ്യോ ആയുർവേദം കഴിക്കരുത് കേട്ടോ. എന്താ ആയുർവേദം എന്ന് വെച്ചാൽ അത് കറക്റ്റ് അറിയുമെന്ന് എനിക്കറിയില്ല. എന്നിട്ടാണ് ആയുർവേദം കഴിക്കരുത്, ആയുർവേദം ചെയ്യരുത്, ഉഴിച്ചിൽ ചെയ്യരുത്. ഈ ഉഴിച്ചിൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെ അല്ല ഉഴിച്ചിൽ, അതുപോലെ മനസ്സിലാക്കാതെയാണ് ഒഴിയരുത് എന്ന് പറയുന്നത്. ഇപ്പം ഒരു ഫിസിഷ്യൻ അറിയില്ലേ ആ പേഷ്യൻറ്റിൻ്റെ ഒരു നെർവ് ഇതുണ്ട് അവിടെ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഡിസ്കിന് അവിടെ പ്രശ്നമുണ്ട്, ആ ഡിസ്കിൻ്റെ പ്രശ്നമുള്ളിടത്ത് നമ്മൾ പോയി കണ്ട് ഒന്നുകൂടി പ്രശ്നം കൂട്ടുമോ? നമുക്ക് അവിടെ തന്നെ ഇരിക്കേണ്ടതല്ലേ. നമ്മൾ കഴിയുന്നത് എന്താ ചെയ്യുക, നമ്മൾ അവിടെ അങ്ങനെ ഒരു കുടുങ്ങിയിട്ടുള്ള രീതിയിൽ ഒരു ഞരമ്പ് ഉണ്ടെങ്കിൽ
അതിനെ റിലീസാക്കാൻ എന്താണോ ആവശ്യമുള്ളത് അതാണ് നമ്മൾ നമ്മള് ചെയ്യുക. ചെയ്യാ. അതെ അതെ അതെ. അതിന് പകരം ഒഴിയരുത് ചെയ്യരുത് എന്ന് പറയുമ്പോൾ നമ്മളത് റിലീസ് ചെയ്യാൻ എന്ത് വേണോ അതിനനുസരിച്ചിട്ടാണ് നമ്മളവിടെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക. പുറത്തുനിന്നുള്ള ആളുകൾക്ക് ആയുർവേദം എല്ലാം ഒഴിച്ചിലാണ്. എല്ലാം വെച്ചാൽ എല്ലാം നമുക്കൊക്കെ ഒഴിച്ചിലാണ്. അറിയുന്ന അതാണല്ലോ. മുറിയുമ്പോൾ കെട്ടുന്നത്. ആയുർവേദത്തിൽ നമ്മൾ ധാരകളുണ്ട്, സ്റ്റീമുണ്ട്. ഇതിൽ തന്നെ ഓരോന്നിൻ്റെയും മെഡിസിൻ അനുസരിച്ചിട്ട് ഓരോരോ വ്യത്യാസങ്ങളാണ് വരുന്നത്. അപ്പം നമുക്ക് ഒരു പേഷ്യൻ്റ് വന്ന് അതിന് കറക്റ്റായിട്ട് എന്താണോ അവർക്ക് കിട്ടേണ്ടത്, അവരിപ്പോൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്താണ്, ഒന്ന് അവരെ സൈഡിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ ഉണ്ടല്ലോ, എനിക്കിപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ എന്തൊക്കെയായിരിക്കും എഫക്റ്റ് ചെയ്യുന്നുണ്ടാവുക, അവരുടെ സൈഡിൽ നിന്നിട്ട് മനസ്സിലാക്കിയിട്ട് അതിനെ നമ്മൾ കറക്റ്റ് ചെയ്യാൻ ഏത് രീതി യൂസ് ചെയ്യണം, അതിനനുസരിച്ചുള്ള മെഡിസിൻ, അതിനനുസരിച്ചുള്ള പ്രൊസീജിയറുകൾ അത് ചെയ്തിട്ട് അവർക്ക് കിട്ടാൻ പോകുന്ന ഗുണം എന്താണ്, അത് നമ്മൾ അവർക്കും കൂടെ ആദ്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് പ്രോപ്പറായിട്ട് അതിനെ ട്രീറ്റ് ചെയ്ത് അവരെ നല്ല ഹെൽത്തി ആക്കി വിടുക. അപ്പം നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അതാണ് നിങ്ങളുടെ സമ്പത്ത്. അതാണ് നമ്മളെ സമ്പത്ത്. അതാണ് ഇതിൻ്റെ പിന്നിലെ മോട്ടീവ് അല്ലേ? Yes, സത്യം. നമ്മൾ അവസാനിപ്പിച്ചാലോ? അപ്പം നമ്മളിപ്പം ഇതുവരെ നിങ്ങളുമായി ബന്ധപ്പെട്ട സംസാരത്തിൽ ഞാൻ സാധാരണ ഒരു പ്രേക്ഷകൻ എന്നുള്ള ആളുകൾക്കുള്ള സംശയങ്ങളൊക്കെയാണ് ചോദിച്ചത്. എന്ന് പറഞ്ഞാൽ ഈ ഒരു ആയുർവേദ ഡോക്ടർക്ക് ഇതൊക്കെ പറയാൻ കഴിയും, സാധാരണ ഉഴിച്ചിലും പിഴിച്ചിലും അല്ല എന്നുള്ളത് ആളുകളെ ബോധ്യപ്പെടുത്താനാണ് ഞാൻ ശ്രമിച്ചത്. അപ്പം ഇനി ആളുകൾ നിങ്ങളുടെ ഈ എക്സ്പെർട്ടൈസ് കണ്ട് തരുണിയിലേക്ക് വരികയാണെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ പോലെ പേഴ്സണലൈസ്ഡ് ചികിത്സ കൊടുക്കട്ടെ, അതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നിങ്ങൾ നടത്തണം എന്നാണ് പറയാനുള്ളത്. തീർച്ചയായിട്ടും തരുണിയിലേക്ക് വരുന്ന ഓരോ ആളുകൾക്കും, നമ്മളെ കസ്റ്റമറിനൊന്നും ഞാൻ പറയില്ല, നമ്മുടെ സഹോദരങ്ങളാണ്. അവർക്ക് നമ്മളാൽ പറ്റുന്ന രീതിയിൽ ആയുർവേദത്തിൻ്റെ നോളജ് വെച്ചിട്ട് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മളെ എത്തിക്കാൻ മാക്സിമം നമ്മൾ ശ്രമിക്കും. അതിലൂടെ അവർക്ക് സൗഖ്യം കിട്ടട്ടെ. അതെ അതെ, സൗഖ്യം സ്വസ്ഥതയും അല്ലേ, നേരത്തെ പറഞ്ഞ പോലെ. ഒരു അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ആയുർവേദ ശ്ലോകം പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. സ്വസ്ഥസ്യ സ്വാസ്ഥ്യ രക്ഷണം ആതുരസ്യ വികാര പ്രശമനം ച. ആയുർവേദത്തിൻ്റെ എയിമാണത്. സ്വസ്ഥനായിരിക്കുന്ന ഒരാളുടെ, ഒരു രോഗമില്ലാത്ത ഒരാൾക്ക് ആ രോഗമില്ലാത്തൊരവസ്ഥയെ സംരക്ഷിക്കാനും അവരുടെ ഒന്നും കൂടെ നന്നായിട്ട് അവർ ജീവിക്കട്ടെ. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് അവരനുഭവിക്കുന്ന എന്തെങ്കിലും വേദനകളുണ്ടെങ്കിൽ ആ വേദനകൾ നമുക്ക് സുഖപ്പെടുത്താനും സാധിക്കട്ടെ. ഓക്കെ, അങ്ങനെ സാധിക്കട്ടെ. താങ്ക് യു. താങ്ക് യു. ഓക്കെ.